ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നുണ്ടല്ലോ ബ്രെഡും മുട്ടയും പാലും കൊണ്ട് നല്ല അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. വായിലിട്ടാൽ ഇത് അലിഞ്ഞിറങ്ങി അങ്ങ് പോകുന്ന വഴി അറിയാൻ പറ്റത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലെന്നുമുള്ള, അതായത് നമ്മുടെ അടുക്കളയിൽ എന്നുമുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. ഒരു സവാളയുടെ പാതി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 5-8 കൊത്ത് കാന്താരി മുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കിടുക്കാച്ചി ഐറ്റമാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തയ്യാറാക്കി വെച്ചാൽ മതി. അവർ മാക്കം എന്നും പറഞ്ഞുകൊണ്ട് ഇത് വേഗം കഴിച്ചു തീർത്തോളും കേട്ടോ. ഒരു രക്ഷയില്ല, അമ്മാതിരി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാനൊരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഇത് ഞാൻ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അവർ പച്ചമുളകാണ് ഇട്ടത്, അപ്പം ഞാൻ കാന്താരി മുളക് അതിൽ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ കണ്ട വീഡിയോയിൽ ഇത്രയല്ല, ഇതിൽ കുറവ് ഇൻഗ്രീഡിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ തക്കാളിയും എല്ലാം ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് അറഞ്ചം പൊറിഞ്ചും അങ്ങോട്ട് നമുക്ക് കഷ്ണമാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെട്ടിക്കൂട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെയൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോകാനായിട്ട് പാടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാവേ. ഇതാ ഞാൻ എന്നിട്ട് ഇതെല്ലാം കൂടി എടുത്തിടാനായിട്ട് ഒരു പാത്രം എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒറ്റ കമത്തി കൊടുക്കാം. എന്താ ഇതുപോലെ നമ്മുടെ തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് പോലെ അങ്ങായി പോകാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സാധനം ഇവിടെ റെഡിയാക്കാനായിട്ട് നിമിഷ നേരം കൊണ്ട് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയുടെ ഈ മിക്സിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഐറ്റമാണ് നമ്മുടെ മെയിൻ ഐറ്റമായ മുട്ടക്കുട്ടൻ. 2 മുട്ടക്കുട്ടനെ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നാടൻ മുട്ടയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് മുട്ട വേണമെങ്കിലും എടുക്കാം, കാടമുട്ടയാരും എടുത്തേക്കരുത് കേട്ടോ. പിന്നെ ഇതാ ഞാൻ 2 മുട്ട മതി എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു കപ്പിന് ഒരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലില്ലാത്തവർ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ പാലും കൂടി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാവേ. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സായിട്ട് വരണം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം കുറച്ച് പിടി കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനിയാണ് സംഭവം മാറാൻ പോകുന്നത്. നമ്മൾ ബ്രെഡാണ് കേട്ടോ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രെഡും കൊണ്ടുള്ള ഒരു കിടുക്കാച്ച സാധനമാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മധുരത്തിനായിട്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്പൂൺ കണ്ടു കാണുമല്ലോ, ഒരുപാട് മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണം ആ കാന്താരിയുടെ എരിവും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചെറിയതായിട്ടുള്ള ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ മധുരവും ഒക്കെ ഇതിൽ നമുക്ക് എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ അറിഞ്ഞു വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വായിലിടുന്നതേ നമുക്കിത് അലിഞ്ഞിറങ്ങും. അപ്പം എരിവും മധുരവും ഉപ്പും എല്ലാം ആ സമയത്ത് തന്നെ നമ്മുടെ നാവിൽ കിട്ടണം. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം കൂടി ഞാനിവിടെ മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രെഡ് ഞാനിവിടെ കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പം അതൊരു ഫുള്ളൊരു ബ്രെഡ് നമ്മൾ ബോർമയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു. അത് ഞാൻ തന്നെ കട്ട് ചെയ്തതായതുകൊണ്ടാണ് ഇങ്ങനെ മേക്കൊന്നിരിക്കുന്നത് കേട്ടോ. ആരും ഒന്നും വിചാരിച്ചേക്കരുത്. അപ്പോൾ അതും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ മുട്ടയുടെ ഈ മിക്സിലേക്ക് ഞാൻ ഒരു പീസ് ബ്രെഡ് എടുത്ത് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ നെയ്യിലിട്ട് ഇത് 2 വശം അങ്ങോട്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് ഒന്നാമത്തെ പരിപാടി കേട്ടോ. ഞാനിത് 2 രീതിക്ക് തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് രീതി വേണമെങ്കിലും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാൻ കാണിച്ചു തരുന്നതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
അപ്പോൾ അതാ ഇതുപോലെ അങ്ങോട്ട് 4 പീസ് ബ്രെഡാണ് ഞാൻ ഇതുപോലെ നമ്മുടെ ഈ മുട്ടയുടെയും പാലിൻ്റെയൊക്കെ മിക്സിൽ ഇതുപോലെ മുക്കിയതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ മുട്ടയും അതുപോലെ തന്നെ ഈ കാന്താരി മുളകും ഒക്കെ ഇങ്ങോട്ട് ഈ നെയ്ക്കകത്തിട്ട് മൊരിഞ്ഞു വന്ന് കഴിയുമ്പോൾ ഉള്ളൊരു മണം പ്രത്യേക ഒരു മണമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഈ മുട്ടയൊന്നും കഴിക്കത്തില്ലാത്ത കുഞ്ഞു മക്കളില്ലേ, അവർക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് കഴിച്ച് തീർത്തോളും. നല്ല ടേസ്റ്റിയാണ്. ഒരു കപ്പ് ചായയും കൂടി ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ മക്കളുടെ വയറൊക്കെ നന്നായിട്ട് നിറയും കേട്ടോ. നമുക്കും ഒരുപാട് സന്തോഷമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോ സാധനവും നല്ലതാണെന്ന് പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവേ. ഞാനിതുപോലെ ഇതൊന്ന് ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് മൊരിഞ്ഞു വരും കേട്ടോ. ഒരുപാട് അങ്ങ് നേരം ഒന്നും ഇട്ട് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് മൊരിയിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യമാണെങ്കിലും എനിക്ക് ഇത് തിരിച്ചിടുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അടന്നു പോവോ എന്നൊക്കെ പേടിച്ചുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചിടുന്നത്. അമ്മാതിരി സോഫ്റ്റാണ് കേട്ടോ. പാലും കൂടെ ഒഴിച്ച് കൊടുത്തപ്പോഴത്തേനുണ്ടല്ലോ ഒരു രക്ഷയില്ല. അങ്ങ് വായിലിട്ടാൽ അലിഞ്ഞു പോകും. അതുപോലെ അങ്ങ് സോഫ്റ്റാണ് കേട്ടോ. അതാ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യൊക്കെ എല്ലായിടത്തോട്ടും ചെല്ലാനായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 വശവും മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഈ ബ്രെഡും കൊണ്ടുള്ള ഈ സ്നാക്ക് എടുത്ത് ചൂടോടെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്നുകൂടെ ചൂടാക്കി കൊടുത്തിട്ടുണ്ട് മറ്റേ വശം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ രണ്ടാമത്തേത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം. കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. നല്ല മുരുമുരാന്നുള്ള ഒരു സ്നാക്കാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ്, അടുത്ത രീതിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാൻ അതുപോലെ തന്നെ ചൂടായിട്ടിരിക്കട്ടെ. അതിലേക്ക് 1 സ്പൂൺ കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്തേലും ബ്രെഡാണോ ആവശ്യമുള്ളത് അത്രയും ബ്രെഡ് നേരെ തന്നെ അങ്ങോട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു 4 പീസോളം ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മുഴുത്ത ബ്രെഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ കട്ട് ചെയ്തതായതുകൊണ്ട് വീതി കൂടിയും വീതി കുറഞ്ഞും ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പം കടയിൽ നിന്ന് തന്നെ അവർ തന്നെ അങ്ങ് കട്ട് ചെയ്ത് തരുവാണെങ്കിൽ, നമ്മൾ മേടിക്കുന്ന ബ്രെഡാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ബോർമയിൽ പോയി മേടിച്ചപ്പം ഉണ്ടാക്കി അങ്ങ് കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അത് കട്ട് ചെയ്യാനൊന്നും സമയമില്ലായിരുന്നു കേട്ടോ അവർക്ക്. അതിനുള്ള സമയം ഞാൻ കൊടുത്തുമില്ല. എനിക്കങ്ങ് വെപ്രാളമായിരുന്നു. ചെന്ന് കഴിഞ്ഞത് ബ്രെഡ് കട്ട് ചെയ്തതില്ല മോളെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ബ്രെഡ് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. വേണ്ട ചേട്ടാ, ഞാൻ തന്നെ കട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് സീനിട്ട് പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇതൊരു ടാസ്ക് ആണല്ലോ, നമ്മൾ കട്ട് ചെയ്താൽ ശരിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അവരുടെ കയ്യിലുള്ള ആ നൈസ് കത്തിയും കൊണ്ട് അവർ കട്ട് ചെയ്ത് തരുന്ന പോലെ ആവത്തില്ല. എന്തായാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മേക്കോന്നായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബ്രെഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മുട്ടയുടെ ആ മിക്സും കൂടി ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത് എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ ഇത് തിരിച്ചിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇതും കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ടാണ് കേട്ടോ ഞാൻ ഇത് തിരിച്ചിടുന്നത്. ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് അത് കമത്തിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് തിരിച്ചിടാനായിട്ട് നോക്കി, പക്ഷേ ഇളകി വരുന്നില്ലായിരുന്നു കേട്ടോ. അത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് മുറിഞ്ഞു പോകുമോയെന്ന് എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഡെയിലി വീഡിയോസൊക്കെ ഇടാനായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ സീ.